ഹായ് ഫ്രണ്ട്സ്, അപ്പം മറ്റൊരു തിരുവോണം കൂടെ എത്തിയിരിക്കുകയാണ്. നമുക്കൊരു ഓണം സദ്യ എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത്, ഓണമാണ് വീട്ടിൽ കേരള ഹോട്ടലിൽ നിന്നും ഓർഡർ ചെയ്തതാണ് പാഴ്സൽ. ഒരു പാക്കിന് സിംഗിൾ മീലിന് ഓണസദ്യ 550 രൂപയാണ്. 25 ഐറ്റങ്ങളാണ് പറഞ്ഞത്. വേണ്ടി നോക്കി 24 ഐറ്റം ഉള്ളൂ. അതും ഈ ഇലയടക്കമാണ് 24 ഐറ്റംസ് എന്ന് പറയുന്നത്. ഉപ്പ് മുതൽ ഇലയടക്കം. അപ്പം ക്വാണ്ടിറ്റി ചിലതൊക്കെ കുറവ് തോന്നുന്നുണ്ട്. പക്ഷേ ബാക്കി കറികൾ, സാമ്പാറായിട്ട് പരിപ്പ് അതെല്ലാം ആവശ്യത്തിന് തന്നിട്ടുണ്ട്, ആവശ്യത്തിന് അധികമുണ്ട്. ഇതാണൊരു സദ്യ. നമുക്കിത് കഴിച്ചു തുടങ്ങാം. സദ്യ കഴിക്കേണ്ടതായ ശാസ്ത്രീയ രീതിയൊന്നും അറിയത്തില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ മടി കൊണ്ടാണ് ഹോട്ടലിൽ നിന്ന് വാങ്ങിയത്. അരി കുത്തനരിയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഇവിടെ ഉണ്ട്, ഇഞ്ചിപ്പൊടി. അത് നന്നായിട്ടുണ്ട്. പായസം 2 ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം കാണിക്കാം. പാൽപ്പായസമുണ്ട്, അടപ്രഥമനുണ്ട്, അച്ചാറ്, മഞ്ഞ കളറ് നാരങ്ങ അച്ചാർ. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതായത് മുളക് പൊടി ഇടാത്ത അച്ചാർ കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ വേറൊരു അച്ചാറുണ്ട്, നാരങ്ങ പോലെയാണെന്ന് തോന്നുന്നു. അല്ല, സംതിങ് ഡിഫറെൻറ്റ്. കൂട്ടുകറി കുഴപ്പമില്ല, ടേസ്റ്റുണ്ട്. അതുപോലെ നെയ്യ് തന്നിട്ടുണ്ട്. നെയ്യിപ്പോൾ തന്നെ ഒഴിച്ചേക്കാം. നെയ്യ് പരിപ്പിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതല്ലേ ടേസ്റ്റ്. നിങ്ങൾ ശാസ്ത്രീയമായി സദ്യ കഴിക്കുന്ന കാര്യം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യരുത്. സദ്യ കഴിക്കുന്നൊന്ന് മാത്രം. ഇതെന്താണിത്? അവിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിയലില്ല. ഇത് അവിയൽ പോലെ ഉണ്ട്. അവിയലിൻ്റെ കൂട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവിയലായിട്ട് തോന്നുന്നില്ല. ഒരു അവിയലിൻ്റെ കൂട്ടുള്ള കൂട്ടുകറി പോലെ തോന്നുന്നുണ്ട്. പപ്പടം പൊട്ടിപ്പോയി കേസ്, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ പേരറിയില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയിക്കാം. രുചിയില്ലാത്ത കറി, ഉപ്പില്ലാത്ത കറി എല്ലാ സദ്യയിലും ഉണ്ടാവും, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പെടുത്തിട്ടില്ല, ഉപ്പൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കറി കഴിക്കണമെങ്കിൽ മറ്റു കറിയായിട്ട് കൂട്ടി കഴിക്കണം. ഉപ്പില്ലാത്തൊരു കറി ഉണ്ട്, പേരറിയുന്നവർ കമൻറ്റ് ചെയ്യും. എനിക്ക് പേരറിയില്ല, കഴിച്ചിട്ടുണ്ട്. നമ്മുടെ കൊണ്ടാട്ടം എല്ലാം ഫ്രഷാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. കറികൾ തന്നെയാണ് കൂടുതൽ കഴിക്കാനുള്ളത്. ഇത് ബീട്രൂട്ട് എന്താണ്, കിച്ചടിയോ ചട്നി, സംതിങ് ലൈക്ക്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞ പോലെ പൈനാപ്പിൾ കിച്ചടിയോ അവിടെ പറഞ്ഞില്ല, അത് കാണുന്നില്ല. അതില്ല. അതും പുളിയിഞ്ചി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അത് രണ്ടും ഇല്ല. പുളിയിഞ്ചി ഉണ്ട്. അവിയലും പൈനാപ്പിൾ പച്ചടി, പച്ചടി.
This is Kalan, right? Kalan is my favorite. അച്ചാർ അടിപൊളിയായിട്ടുണ്ട്. ഫുഡ് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. പരിപ്പ് കറിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, ജസ്റ്റ് പരിപ്പ്. അച്ചാറ്, പുളിയിഞ്ചി, കാളൻ എല്ലാം അടിപൊളിയാണ്. രസം ഒഴിച്ച് കഴിക്കണം. മോരില്ല, മോരിന് പകരം കാളൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കൊണ്ടാട്ടം ഇട്ട് മറന്നും പോയി. ഇപ്പം ഫേവറേറ്റ് ഐറ്റം അല്ല. രസം ഈ ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് 4 വഴി പോകും. കുഴച്ച് കഴിക്കുമ്പോൾ ചോറുമില്ല. അപ്പം അതുകൊണ്ട് രസം ഡയറക്റ്റ് കുടിക്കാം. ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ രസം കുടിക്കാം, അല്ലെങ്കിൽ പിന്നെ രസം ഉണ്ടാവില്ല. രസം നല്ല രസമുണ്ട്. കുറച്ച് ഒഴിച്ചു നോക്കട്ടെ. നല്ല പുളിയാണ്. ലാസ്റ്റ് മുമ്പോട്ട് എല്ലാവരും കൂടെ ഓടി വാഴും. നല്ല എരിവുള്ള കൊണ്ടാട്ടോ. ഓൾ ക്ലിയർ. മെയിൻ കോഴ്സ് കഴിഞ്ഞു. നല്ല എരിവുണ്ട്. കൊണ്ടാട്ടെല്ലാം കഴിച്ചിട്ട് ശർക്കര പട്ടി, ഉപ്പേരി, അതാണ് കാവറുത്തത്, ചിപ്സ് എന്നൊക്കെ പറയും. ചിപ്സ് പോകാൻ ഇംഗ്ലീഷ് പറയുന്നത് കാവറുത്തെന്ന് പറയും. മറ്റ് സ്ഥലങ്ങളിലേക്ക് ഉപ്പേരി എന്ന് പറയും. ഇത് കഴിക്കുമ്പോൾ എരിവ് പോകുന്നു. കാവറുത്തതും ശർക്കര പട്ടിയും കഴിച്ചിട്ട് നമുക്കൊരു പഴം കഴിക്കാം. പഴമെല്ലാം ലാസ്റ്റാണ് കഴിക്കുന്നത്, അറിയില്ല, നമുക്ക് കഴിക്കാം. ആദ്യം നമുക്ക് സേമിയ പായസം ട്രൈ ചെയ്യാം. വീണ്ടും ഇലയിൽ ഒഴിക്കും കഴിക്കുന്നില്ല, ഡയറക്റ്റ് കുടിക്കുകയാണ്. കൊള്ളാം, നല്ല
സ്റ്റാൻഡേർഡ് ലെവലിലുള്ള സ്വീറ്റ്, ഓവർ മധുരം. അടപ്രഥമൻ നല്ല അട, കശുവണ്ടി, അങ്ങനെ അടപ്രഥമൻ കഴിഞ്ഞു. പാൽപ്പായസം എക്സ്ട്രാ ടേപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഓ ഗൈസ്, ലെറ്റ്സ് ഓപ്പൺ പാൽപ്പായസം. വാവ്. ഓക്കെ, മധുരത്തിന് മുകളിൽ മധുരം, the last മധുരം. So we are going to wind up the Onam Sadhya. ഓക്കെ, അതിനായിരുന്നു മധുരം കൂടുതൽ. ഇതിന് കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള സ്വീറ്റാണ്. ടേസ്റ്റ് അടപ്രഥമനാണ് കുറച്ചുകൂടെ ബെറ്റർ. പാൽപ്പായസം കുഴപ്പമില്ല, കൊള്ളാം. രണ്ടും കുടിച്ചിട്ട് അവസാനം കിക്കാവും, മത്ത് പിടിയും. ഈ പായസം കഴിച്ചു കഴിഞ്ഞിട്ടാണ് മോര് കൂട്ടി അല്പം ചോറുണ്ട്. അപ്പോൾ ഈ കിക്ക് പോവും, മത്ത് പോവും. പക്ഷെ മോരില്ല, അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. പെർഫെക്റ്റ്. ഓൾമോസ്റ്റ് ഒരു സദ്യ കഴിച്ച ഫീൽ കിട്ടി. കുറേ നാൾക്ക് ശേഷം രസമുകുളങ്ങൾ ആക്റ്റീവായി പല ടേസ്റ്റുകൾ എൻജോയ് ചെയ്തു. ഒരു വെജിറ്റേറിയൻ നോൺ വെജ് കഴിച്ച് മടുത്തതിനിടയ്ക്ക് ഒരു നല്ലൊരു വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റും. അപ്പം ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ. വീണ്ടും അടുത്ത ഓണത്തിന് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്. ബൈ.